സംസ്ഥാനത്ത് പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം സുൽത്താൻ ബത്തേരി UDF സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണനാണ്. സുസ്മേരവദനനാണ്. വിജയമുറപ്പിച്ചോ? വിജയമുറപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ആഴ്ച കാലം എൻ്റെ വോട്ടർമാരെ നേരിൽ കാണാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ഏതാണ്ട് 2 റൗണ്ട് പൂർത്തീകരിച്ചു. ഷോപ്പുകൾ, പലചരക്ക് കടകൾ, മലഞ്ചരക്ക് കടകൾ, അതോടൊപ്പം തന്നെ വിവിധ ലാബുകൾ, ഹോസ്പിറ്റലുകൾ, വിവിധ ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, മതസംഘടനകൾ, വിദ്യാർത്ഥികൾ, കോളേജുകൾ, സ്കൂളുകൾ, അധ്യാപകർ, അങ്ങനെയാണല്ലോ പ്രചരണം. ആ പ്രചരണ പരിപാടിയിൽ വലിയ സപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 15 വർഷം രാഷ്ട്രീയം നോക്കാതെ, ജാതിയോ മതങ്ങൾ നോക്കാതെ എന്നെ അവർ ചേർത്ത് പിടിച്ചു, ഞാൻ അവരെയും ചേർത്ത് പിടിച്ചു. ഒരു കളങ്കമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമയായി അവരെല്ലാം എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ അവരെയും ഞാൻ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അമ്മമാർ, സഹോദരിമാർ എല്ലാവരും കൈപിടിച്ച് വോട്ട് നൽകാമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിനേക്കാളുള്ള ഒരു വലിയ പ്രതീക്ഷ. അന്ന് ചെറിയൊരു ഇതുണ്ട്, കോവിഡ് കാലഘട്ടമാണ്. ഇന്ന് കോവിഡ് കാലഘട്ടമല്ല, അതുകൊണ്ട് എല്ലാവരും കാണാൻ കഴിയുന്നെന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ വിജയപ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞതായിരിക്കും എല്ലാ തെരഞ്ഞെടുപ്പുകളും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാത്യു കുഴൽനാടൻ വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ആ വലിയ പ്രളയം, നമ്മൾ നേരിട്ട ആ വലിയ പ്രളയം മനുഷ്യനിർമ്മിതമാണ്, ഒരു ഓഡിയോ സന്ദേശമടക്കം പുറത്തു വിട്ടിട്ടുണ്ട്. അല്ല, അതന്ന് ആ സാഹചര്യമുണ്ടായപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. മനുഷ്യനിർമ്മിതമായ മുന്നൊരുക്കങ്ങളുണ്ടല്ലോ, ഒരു പ്രളയം വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യാതെ വന്നപ്പോൾ അതിന് മറുപടി പറയേണ്ടത് ഗവൺമെൻറ് ആണല്ലോ. അപ്പോൾ കുഴൽനാടൻ പറഞ്ഞത് യാഥാർത്ഥ്യത്തിലേക്കാണ് എത്തുന്നത്. കരിമണൽ ലോബിക്ക് വേണ്ടിയാണ് ആ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത്. എത്ര വലിയൊരു ആരോപണമാണെന്നുള്ളതാണ്. അല്ല, ഇതൊക്കെ വലിയ ആരോപണം. അദ്ദേഹം നല്ലൊരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം എല്ലാം സ്റ്റഡി ആയിട്ട് തന്നെ പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമായിരിക്കും. ഈ ആരോപണങ്ങളെ കടക്കെടുക്കുകയാണെങ്കിൽ IC ബാലകൃഷ്ണന് നേരെയുള്ള ആരോപണങ്ങൾക്കും കുറവൊന്നുമില്ല. ഈ ബത്തേരി മണ്ഡലത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം NM വിജയൻ്റെ കുടുംബം വലിയൊരു ആരോപണം ഉന്നയിക്കുന്നു. ഇതാ ഇപ്പോൾ ഉപവാസത്തിലേക്ക് കടക്കുന്നു. എന്താണ് ഇതിനോടൊക്കെയുള്ള മറുപടി? വോട്ടിനെ ബാധിക്കുമെന്ന് തോന്നുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ലേ കാണേണ്ടത്? കാരണം ഇവിടെ മുന്നണി തമ്മിലാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുണ്ട്, NDA സ്ഥാനാർത്ഥിയുണ്ട്, UDFൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. സ്വാഭാവികമായും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ വിജയസാധ്യത കുറയ്ക്കുന്നതിനല്ല, ഭൂരിപക്ഷം കുറയ്ക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉയർന്നു വരും. അതിനൊന്നും മറുപടി പറയില്ലല്ലോ എൻ്റെ പണി. അതിനൊന്നും ഞാൻ മറുപടി പറയാൻ തയ്യാറല്ല. അതൊക്കെ പറയേണ്ട സമയത്ത് പറയേണ്ട വേദികളിൽ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇനി പറയേണ്ടി വന്നാൽ ഞാൻ ഇലക്ഷൻ 9-ന് കഴിയുമല്ലോ, പറയേണ്ട സമയത്ത് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കും. ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് എത്തി. പ്രിയങ്ക ഗാന്ധി MP കൂടി ഇന്ന് കൊട്ടിക്കലാശത്തിൻ്റെ ഈ ദിനത്തിൽ കൂടെ ഒപ്പം വരികയാണ്. വയനാട് ജില്ലയെ സംബന്ധിച്ച് UDFൻ്റെ മുന്നേറ്റം എത്തരത്തിലായിരിക്കും? കേരളം UDF എടുക്കുമോ? കേരളം UDF എടുക്കുമല്ലോ, തർക്കമൊന്നുമില്ല. എന്തായിരുന്നാലും ഒരു 10 വർഷത്തെ കൂടുതൽ ഏത് ഗവൺമെൻറ് ആയാലും ആ ഗവൺമെൻറ് ഒരു തുടർ ഭരണം കേരളത്തിലെ ജനങ്ങൾ നൽകില്ല എന്നുള്ളത് ഐക്യ കേരളം മുതൽ കണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വരും. UDFൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. ആ കൂടെ വയനാട് ജില്ലയിലെ 3 സ്ഥാനാർത്ഥികളും, സുൽത്താൻ ബത്തേരിയും മാനന്തവാടി ഉഷാ വിജയനും കൽപ്പറ്റ അഡ്വക്കേറ്റ് T സിദ്ദിഖും ഞങ്ങൾ 3 പേരും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു വരും. ഒരു 2011 ആവർത്തിക്കാൻ പോവുകയാണ്. എന്തായാലും വിജയാശംസകൾ നേരുന്നു. ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല. UDF സ്ഥാനാർത്ഥി സുൽത്താൻ ബത്തേരി, UDF സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണന്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.